ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിസിക്ക ക്ലാസ്. പ്ലസ് 1 ഫിസിക്സിലെ യൂണിറ്റ് 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ പാർട്ട് 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തു, അതിൻ്റെ റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ എന്തിൻ്റെ ആയെങ്കിലും ആയിക്കോട്ടെ, ഒരു റിസൾട്ടിലെ പ്രിസിഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നുള്ളൊരു ആശയം കൊണ്ടുവരുന്നത്. ഈ തന്നിരിക്കുന്നതിലെ ഏതൊക്കെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മെയിനായിട്ട് 4 റൂളാണുള്ളത്. നമുക്കിപ്പോൾ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിലെല്ലാ വാല്യൂസും അല്ലെങ്കിൽ എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു റിസൾട്ടിലെ ഏതൊക്കെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മെയിനായിട്ട് 4 റൂളുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റൂളും നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് റൂൾ ഈസ് ഓൾ ദി നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതായത് 0 അല്ലാത്ത എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ദാറ്റ് മീൻസ് 1 to 9 വരെയുള്ള എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണെന്നർത്ഥം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റിസൾട്ട് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്നുള്ളത് ഒന്ന് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഇതിലെല്ലാതും, ഇപ്പോൾ ആദ്യത്തിൽ തന്നിരിക്കുന്നതിൽ എല്ലാതും നോൺ സീറോ വാല്യൂസ് ആണ്. സോ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കും? എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3 4 5 അല്ലേ? 5 ഡിജിറ്റ്സ് ഉണ്ട്. സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര തന്നെയാണ്? 5 ആണ്. ഇനി ഇതിൻ്റെ കേസിലോ 1900, ഇതാണ് നമ്മുടെ വാല്യൂ. ഇതിൽ നോൺ സീറോ ഡിജിറ്റ്സ് ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നോൺ സീറോ ഡിജിറ്റ്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 1ഉം 9ഉം. 0 എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആണോ? അല്ല. അപ്പോൾ രണ്ടാമത്തെ വാല്യൂവിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 2. ശരിയാണോ? നോൺ സീറോ ഡിജിറ്റ്സ് ആണ് ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഈ 0 വരുന്നത് സിഗ്നിഫിക്കൻ്റ് ആണോ? അല്ല. അപ്പോൾ അത് കൂട്ടാതെ നമ്മൾ നോക്കുമ്പോൾ 1ഉം 9ഉം മാത്രമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളൂ. സോ രണ്ടാമത്തെ വാല്യൂവിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് റൂള് ക്ലിയർ ആയല്ലോ. ഓൾ ദി നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ദാറ്റ് മീൻസ് 0 അല്ലാത്ത 1 to 9 വരുന്ന എല്ലാ ഡിജിറ്റുകളും, നോൺ സീറോ ആയിട്ടുള്ള എല്ലാ ഡിജിറ്റുകളും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. ക്ലിയർ ആണ്. നെക്സ്റ്റ് റൂള്, ഓൾ സീറോസ് ഒക്കറിങ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതായത് ഏതെങ്കിലും 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിൽ വരുന്ന സീറോസ് ആണെങ്കിൽ നമുക്കതിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് 0 അല്ലാത്ത എല്ലാ ഡിജിറ്റും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാം. ചില കേസുകളിൽ നമുക്ക് 0 വരുന്നതും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാം. അത് സ്പെഷ്യൽ കേസുകളാണ് കേട്ടോ. അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിൽ വരുന്ന സീറോസ് ആണെങ്കിൽ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഈ കേസിൽ നിങ്ങൾ നോക്കി നോക്കിയേ, 1001. ഇതിലെ 1 എന്ന് പറയുന്നതും ഈ 1 എന്ന് പറയുന്നതും എന്താണ്? 2 നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഈ 2 സീറോസിനെ നമുക്ക് എന്തെടുക്കാം? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂവിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും? 2 ആണോ 4 ആണോ? 4 അല്ലേ വരിക? ഇവിടുത്തെ ഈ 2 സീറോസ് എന്തുകൊണ്ട് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാനുള്ള കാരണം, ചില കണ്ടീഷനിൽ നമുക്ക് സീറോസിനെയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് എടുക്കാം. ഇവിടെ എടുക്കാനുള്ള കാരണം എന്താണ്? 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിൽ വരുന്ന സീറോസ് ആയതുകൊണ്ട് നമുക്ക് അവയെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ ഈസ്, ഇതിൽ നോക്കി നോക്കി 108.006 ആണ്. സോ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇതിൽ സീറോസ് വന്നിട്ടുണ്ട്. പക്ഷെ ആ വന്ന സീറോസൊക്കെ ഏതിൻ്റെ ഇടയിലാണ്? 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിലാണ് അല്ലേ? അപ്പോൾ ഇതിൽ എല്ലാ ഡിജിറ്റ്സും നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുത്തൂടെ? 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിൽ വരുന്ന ഡിജിറ്റുകളെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു വാല്യൂവിൽ നമുക്ക് വന്നിട്ടുള്ള എല്ലാ സീറോസും 2 നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയിലായതുകൊണ്ട് നമുക്ക് അവയെയും
സിഗ്നിഫിക്കൻ്റ് ആക്കാം. ദാറ്റ് മീൻസ് ഇതിലെ എല്ലാ ഡിജിറ്റും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 6 അല്ലേ? അപ്പോൾ ഇതിൽ 6 ഡിജിറ്റ്സ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞു 0 അല്ലാതെ വരുന്ന എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷേ 0യും സിഗ്നിഫിക്കൻ്റ് ആകുന്ന ഒരു കണ്ടീഷനാണ് റൂൾ 2ൽ പറയുന്നത്. 2 നോൺ സീറോയ്ക്ക് ഇടയിൽ വരുന്ന സീറോസ് ആണെങ്കിൽ അവയെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി റൂൾ 3. ട്രെയിലിംഗ് സീറോസ് വിത്ത് ഡെസിമൽ ആർ സിഗ്നിഫിക്കൻറ്റ് ബട്ട് ലീഡിങ് സീറോസ് വിത്ത് ഡെസിമൽ ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ട്രെയിലിംഗ് സീറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനം വരുന്ന സീറോസ് ആണ് കേട്ടോ. ട്രെയിലിംഗ് സീറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വരുന്ന സീറോസിൻ്റെ കാര്യമാണ് പറയുന്നത്. അവ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. എപ്പോൾ? ഡെസിമലിൻ്റെ കൂടെ വരുന്നതാണെങ്കിൽ മാത്രം. ഓക്കെ, ക്ലിയർ ആണോ? ഡെസിമലിൻ്റെ കൂടെ അല്ല വന്നതെന്നുണ്ടെങ്കിൽ ഈ അവസാനം വരുന്ന സീറോസിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കണക്കാക്കാൻ പാടുണ്ടോ? ഇല്ല. കണ്ടോ, ഈ കേസിൽ ഈ അവസാനം വരുന്ന 2 സീറോസ് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുത്തോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? ഡെസിമലിൻ്റെ കൂടെയല്ല വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡെസിമലിൻ്റെ കൂടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ അവസാനം വരുന്ന സീറോസിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാം. അതാണ് ട്രailing സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ ലീഡിങ് സീറോസ് എന്ന് വെച്ചാൽ? ഡെസിമലിൻ്റെ കൂടെ വരുന്ന ലീഡിങ് സീറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ വരുന്ന സീറോസ് അവ സിഗ്നിഫിക്കൻ്റ് ആണോ? സിഗ്നിഫിക്കൻ്റ് അല്ല. ക്ലിയർ ആയോ? അപ്പം ഡെസിമൽ വരുന്ന കേസിലെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഡെസിമൽ വരുന്നുണ്ടെങ്കിൽ, ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അവസാനം വരുന്ന സീറോസിനെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാം. പക്ഷെ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സീറോസിനെ, ലീഡിങ് സീറോസിനെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ താഴെ തന്നിരിക്കുന്ന നമ്പറുകളുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നിങ്ങൾക്കൊന്ന് എണ്ണിക്കൂടെ? ഓക്കെ, ആദ്യത്തെ കേസിൽ എത്ര വരും? ഡെസിമലിനോട് കൂടി വരുന്ന അവസാനത്തെ സീറോകളെ ട്രെയിലിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 1 2 3 4 വരും. ഡെസിമലിനോട് കൂടി വരുന്ന ലീഡിങ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണോ? അല്ല. ഈ ഫ്രണ്ടിൽ വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണോ? അല്ല. അവസാനം വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണോ ഡെസിമലിൻ്റെ കൂടി വരുന്നത്? അതെ. അപ്പോൾ എവിടെ തൊട്ട് നമ്മൾ കൗണ്ട് ചെയ്യണം? 6 9 0 0. എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 4. അപ്പോൾ എത്രയാണ്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി ലാസ്റ്റ് വണ്ണിലോ ഡെസിമലിൽ കൂടി വരുന്ന ലീഡിങ് സീറോസ്, ഫ്രണ്ടിൽ സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. സോ ബാക്കി എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 9 6 7 അല്ലേ? 3 ഡിജിറ്റ്സ്. സോ 3 ആണ് അവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ റൂൾ 3ൽ എന്താ പറയുന്നത്? ഡെസിമലിൻ്റെ കേസാണ് പറയുന്നത്. ഡെസിമലിൻ്റെ കൂടെ വരുന്ന അവസാനത്തെ സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. മുന്നിൽ വരുന്ന ലീഡിങ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി ഫോർത്ത് റൂള് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആയിട്ട് വരുമ്പോഴത്തെ കേസാണ് കേട്ടോ. ഇപ്പോൾ ഒരു യൂണിറ്റോട് കൂടിയിട്ടാണ് നമ്മളൊരു റീഡിങ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അതിലെ ട്രെയിലിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. അല്ലാതെ ആണെങ്കിൽ ട്രെയിലിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആവോ? നമ്മൾ മുമ്പ് കണ്ടു അല്ലേ? ആവോ? ഇല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ എഴുതുന്ന റീഡിങ് ഒരു യൂണിറ്റ്, ഇപ്പോൾ ഇവിടെ കണ്ടോ ഗ്രാം, മീറ്റർ, അങ്ങനെ യൂണിറ്റും കൂടെ വരുന്നുണ്ടെങ്കിൽ അവസാനം വരുന്ന ട്രെയിലിംഗ് സീറോസിനെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ട്രെയിലിംഗ് സീറോസ് അല്ലെങ്കിൽ അവസാനം വരുന്ന സീറോസ് എപ്പോഴൊക്കെയാണ് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കുന്നത്? ഡെസിമൽ വരുമ്പോഴും യൂണിറ്റ് വരുമ്പോഴും. ഓക്കെ, അല്ലാത്ത കേസിൽ നമുക്ക് ഒരിക്കലും അവ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ 2 കേസിൽ നോക്കിയൊക്കെ യൂണിറ്റ് ഇല്ല. അപ്പോൾ ഈ അവസാനം വന്നിട്ടുള്ള സീറോസ് ഒന്നും നമുക്കൊരിക്കലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ റൂളുകളുടെ സാരാംശം എന്ന് പറയുന്നത് എന്താണ്? സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റ്സും നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സീറോ എപ്പോഴാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക? 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡെസിമലിനോട് കൂടി വരുന്ന ട്രെയിലിംഗ് സീറോസിനെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. യൂണിറ്റോട് കൂടി എഴുതുന്ന വാല്യൂസിലെ ട്രെയിലിംഗ് സീറോസിനെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ,
ക്ലിയർ അല്ലേ? അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഇവിടെ 100 ഗ്രാം എന്നാണല്ലേ. അപ്പോൾ ഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂണിറ്റ് വന്നു. അതുകൊണ്ട് ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ അവസാനം വരുന്ന സീറോസിനെ നമുക്ക് എന്ത് ചെയ്യാം? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൽ എത്രയുണ്ട്? 3. ഇവിടെ മീറ്റർ വന്നു. അതിന് മുന്നേ ഈ 100 എടുത്ത് നോക്കി. ഇവിടെ യൂണിറ്റ് ഉണ്ടാ? ഇല്ല, വെറുതെ 100 ഉള്ളൂ. അപ്പോൾ ഇതിൽ അവസാനം വരുന്ന ഈ 2 സീറോസിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടുണ്ടോ? യൂണിറ്റ് ഇല്ലാത്ത കേസിൽ ട്രെയിലിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം 1 ആണ്. ഇനി ഈ കേസിൽ നോക്കി നോക്കിയേ, ഇവിടെ മീറ്റർ എന്നുള്ള യൂണിറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ അവസാനം കിടക്കുന്ന സീറോനെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4. പക്ഷേ യൂണിറ്റ് ഇല്ലാത്ത കേസിലോ 2020 ഈ അവസാനം വരുന്ന സീറോനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരും? 3 വരും. അപ്പോൾ മനസ്സിലായോ? യൂണിറ്റ് ഉള്ളപ്പോഴും യൂണിറ്റ് ഇല്ലാത്തപ്പോഴും യൂണിറ്റ് ഒപ്പം വരുന്നുണ്ടെങ്കിൽ ആ റീഡിങ്ങിൽ ആ വാല്യൂവിൽ യൂണിറ്റ് ഒപ്പം വരുന്നുണ്ടെങ്കിൽ അവസാനം വരുന്ന സീറോസിനെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാത്തപ്പോൾ അത് പറ്റില്ല. ഇത്രയാണ് 4 റൂളുകൾ. പിന്നെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ യൂണിറ്റ് മാറി എന്നുള്ളത് കൊണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പറുകളിൽ മാറ്റം വരില്ല കേട്ടോ. ദി ചേഞ്ച് ഓഫ് യൂണിറ്റ്സ് കനോട്ട് ചേഞ്ച് ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. യൂണിറ്റ് മാറിയാലും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ ചേഞ്ച് വരില്ല. ഇത് റൂളൊന്നല്ല, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ നോക്കി നോക്കിയാൽ 2020 മീറ്റർ മനസ്സിലായോ? അതിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് ആക്കിയ റീഡിങ് അത്. ഇത് രണ്ടെണ്ണത്തിലെയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് നമ്മൾ നോക്കി നോക്കിയേ. ഈ കേസിൽ ഇപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? യൂണിറ്റ് വരുമ്പോൾ അവസാനം വരുന്ന സീറോസിനെ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് കൺസിഡർ ചെയ്യാം. സോ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4 ആണ്. പിന്നെ 2 നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയിൽ വരുന്ന സീറോയെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു റൂളും കൂടി ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ റീഡിങ്ങിലെ അല്ലെങ്കിൽ ആദ്യത്തെ വാല്യൂവിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം 4 ആണ്. രണ്ടാമത്തെ റീഡിങ്ങിലെയോ നിങ്ങളൊന്ന് ഒറ്റ നോട്ടത്തിലൊന്ന് പറഞ്ഞേ. യൂണിറ്റ് വരുമ്പോൾ അവസാനം വരുന്ന സീറോസ് കൺസിഡർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട്. അപ്പോൾ മൊത്തം എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരും? 6 വരും. പക്ഷെ അത് ശരിയാണോ? ഇവിടെ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? യൂണിറ്റ്സ് മാറിയാലും സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം മാറാൻ പാടില്ല. അപ്പോൾ ഇവിടെ 6 വന്നാൽ അത് ശരിയാവോ? അത് ശരിയല്ല. ഇവിടെ മീറ്റർ എന്നുള്ള മീറ്ററിലുള്ളതിനെ സെൻറ്റിമീറ്റർ ആക്കാൻ മാത്രമാണ് ചെയ്തത്. ദാറ്റ് മീൻസ് 2020 × 10⁻²മീറ്റർ ആണെന്ന് അർത്ഥം. 2020 × 10⁻² മീറ്റർ ആണ്. മനസ്സിലായോ? 10⁻² സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് തന്നെയുള്ളൂ? 4 തന്നെയുള്ളൂ. ഈ കേസിൽ മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ അങ്ങനെ യൂണിറ്റ് ചേഞ്ച് ചെയ്താലും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണത്തിൽ മാറ്റം വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചാടി കയറി 6 എന്നിവിടെ എഴുതരുത്, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ റൂളുകൾ ഒന്നുകൂടി ഞാൻ പറയാം. റൂൾ നമ്പർ 1, 0 അല്ലാത്ത എല്ലാ ഡിജിറ്റ്സും നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആക്കാം. ഇനി 2 നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവയെ വരുന്ന സീറോസിനും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡെസിമൽ പോയിൻറ്റോട് കൂടി വരുന്ന അവസാനത്തെ സീറോസിനെ, ട്രailing സീറോസിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ ഫ്രണ്ടിൽ വരുന്ന ലീഡിങ് സീറോസിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാൻ പാടില്ല. യൂണിറ്റോട് കൂടി വരുന്ന വാല്യൂസിലെ ട്രailing സീറോസിനെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാം. യൂണിറ്റ് ഇല്ലെങ്കിൽ അത് പറ്റില്ല. പിന്നെ യൂണിറ്റ് ചേഞ്ച് ചെയ്താലും ഒരിക്കലും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ റൂൾസ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഈ തന്നിരിക്കുന്നതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങളെ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് ഞാൻ ആൻസർ പറയുന്നത് ശരിയാണോ നോക്കിയാൽ മതി കേട്ടോ. ഫസ്റ്റ് 1, എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 6ഉം 9ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. ക്ലിയർ അല്ലേ? 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിൽ വന്നതുകൊണ്ട് നമുക്കിതിനെയും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 6നും 9നും ഇടയിലുള്ള 2 സീറോസിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. പക്ഷേ ഈ അവസാനം വരുന്ന 2 സീറോസിനെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ?
പറ്റില്ല. ഇത് യൂണിറ്റോട് കൂടിയിട്ടാണ് വന്നേച്ചെങ്കിൽ ട്രെയിലിംഗ് സീറോസിന് എടുക്കാമായിരുന്നു. പക്ഷേ യൂണിറ്റ് ഇല്ലാതെ വന്നാൽ ട്രെയിലിംഗ് സീറോസിനെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഡെസിമലിനോട് കൂടി വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് ട്രെയിലിംഗ് സീറോസിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാം. ഇവിടെ ഡെസിമലും ഇല്ല, യൂണിറ്റും ഇല്ല. അപ്പോൾ ഈ അവസാനത്തെ 2 സീറോസ് പറ്റില്ല. ബാക്കിയുള്ളത് എത്ര വരും? 4. ക്ലിയർ ആണോ? ശരിയായോ നിങ്ങളുടെ ആൻസർ? ചെക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ ചെയ്തതിന് ശേഷം ആൻസർ നോക്കിയാൽ മതി. സെക്കൻഡ് റീഡിങ്ങിലോ ഇത് യൂണിറ്റോട് കൂടിയിട്ടല്ല വന്നിരിക്കുന്നത്, ഡെസിമലിനോട് കൂടിയിട്ടല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ട്രെയിലിംഗ് സീറോസിന് നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 3. ഇവിടെയും അതേപോലെ തന്നെ യൂണിറ്റും ഇല്ല, ഡെസിമലും ഇല്ല. അപ്പോൾ ട്രെയിലിംഗ് സീറോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ബാക്കി എത്ര വരും? 4. ഇവിടെ ന്യൂട്ടൺ യൂണിറ്റ് വന്നിട്ടുണ്ട്. വന്നാലും വന്നില്ലെങ്കിലും ഇവിടെ എല്ലാം നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. സോ നമുക്ക് കൗണ്ട് ചെയ്ത് എണ്ണം എത്രയാണ്? 4 വരും. ഇതിലോ ഡെസിമലിനോട് കൂടി വരുന്ന ലീഡിങ് സീറോസിനെ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഡെസിമലിനോട് കൂടി വരുന്ന ലീഡിങ് സീറോസ്, അതായത് ഫ്രണ്ടിൽ വരുന്ന സീറോസ് നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എടുക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ ഇവിടെ എത്ര വരും? 2. ഇവിടെ യൂണിറ്റോട് കൂടി വന്നിട്ടുണ്ട്, പക്ഷേ ട്രെയിലിംഗ് സീറോസ് ഒന്നുമില്ല. അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇത് മൊത്തത്തിൽ കൗണ്ട് ചെയ്ത് എഴുതിയാൽ മതിയും, വേറെ പ്രശ്നമൊന്നുമില്ല. 1, 2 ഈ പറഞ്ഞിരിക്കുന്ന സീറോസ് എന്ന് പറയുന്നത്, ഈ 2 സീറോസ് എന്താണ്? 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് വരും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ആൻസർ കറക്റ്റാണെന്ന് നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ ആൻസറുകൾ കറക്റ്റായി കഴിഞ്ഞാൽ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ 4 റൂൾസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ അരിത്മെറ്റിക് ഓപ്പറേഷനിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റോൾ എന്താണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഈസ് അഡീഷൻ്റെ സബ്സ്ട്രാക്ഷൻ്റെ കേസ് നോക്കണം. അപ്പോൾ അഡീഷൻ സബ്സ്ട്രാക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഈ റൂള് വായിക്കാം. ഇപ്പോൾ 2 റീഡിങ് തരുന്നു. 7.602 4.3 4.33 ഇതാണ് നമ്മുടെ 2 റീഡിങ്സ്. നമ്മുടെ അടുത്ത് പറയുന്നത് ഇത് രണ്ടെണ്ണം ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളിത് രണ്ടെണ്ണം ആഡ് ചെയ്യും. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? 11.932 കിട്ടി. ഓക്കെ. അപ്പോൾ ഇതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സായിട്ട് ബന്ധപ്പെട്ട റൂൾ എന്ന് പറയുന്നത് 2 വാല്യൂസ് തന്നിട്ട് ആഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഇതിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതിനാണോ ഇതിലേതിനാണ്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 2 വാല്യൂസ് എന്ന് പറയുന്നത് ഒരെണ്ണം 7.602 ഒരെണ്ണം 4.33 ആണ്. ഇതിലേതിനാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം കുറവ്? രണ്ടാമത്തെ വാല്യൂസിനാണ് അല്ലേ, 4.33 ആണ്. അതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര എണ്ണമാണ്? 4. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത് 4.33 എന്ന് പറഞ്ഞ രണ്ടാമത്തെ വാല്യൂവിനാണ്. അത് 3 ആണ്. 3, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ റിസൾട്ടിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറും എത്രയേ വരാൻ പാടുള്ളൂ? 3 വരാൻ പാടുള്ളൂ. അതാണ് റൂള്. ഓക്കെ. ഇപ്പോൾ 2 റീഡിങ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിലും സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലും ശരി, ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതിലാണോ ഉള്ളത് അത് എത്ര എണ്ണമാണോ അത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമാണ് നമ്മുടെ ആൻസറിലും വരാൻ പാടുള്ളൂ. ഇവിടെ ഏറ്റവും കുറവ് 3 ആണ് നമ്പർ. അപ്പോൾ 3 തന്നെ അവസാനിപ്പിക്കണം. അപ്പോൾ നമ്മളിതിനൊന്ന് റൗണ്ട് ചെയ്യണം എന്നർത്ഥം. 11.9 ആക്കി നമ്മളിതിനെ റൗണ്ട് ചെയ്തു. ഇപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയി? ഇതിൽ 3 ആയല്ലോ. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ആഡ് ചെയ്യുകയാണെങ്കിലും സബ്സ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതിലാണോ വരുന്നത്, ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് 3 ആണ്. ആ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമാണ് റിസൾട്ടിലും വരാൻ പാടുള്ളൂ. അതിനനുസരിച്ച് റൗണ്ട് ഓഫ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 11.932 9 കഴിഞ്ഞിട്ട് 3 ആണ്. 5നേക്കാളും താഴെ ആയതുകൊണ്ട് നമുക്കതിനെ നെഗ്ലക്റ്റ് ചെയ്ത് 9ലേക്ക് മാത്രമായിട്ട് അവസാനിപ്പിക്കാം. ഇനിയിപ്പോൾ ഇവിടെ 9 കഴിഞ്ഞിട്ട് 8 ആയിരുന്നെങ്കിലോ നമ്മൾ എന്ത് ചെയ്തേനെ? 5നേക്കാളും വലുതായതുകൊണ്ട് നമ്മൾക്ക് ഇതിനെ ഇവിടെ ഈ 8നെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും. അപ്പോൾ അതൊന്ന് നമുക്ക് കാണിച്ചു തരാം. നോക്കാം. 2 റീഡിങ് എടുക്കുന്നു. ഒരെണ്ണം 12.79, അടുത്തത് 5.1. ഇപ്പോൾ ഇവ തമ്മിൽ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്നു. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 7.69 ആണ്.
ഇനി ആദ്യത്തെ റീഡിങ്ങിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 2. അപ്പോൾ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതിലാണ്? 5.1 എന്ന് പറഞ്ഞ വാല്യൂലാണ്. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പോൾ ഈ റിസൾട്ടിലും എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ വരാൻ പാടുള്ളൂ? 2 എണ്ണം. പക്ഷെ ഇപ്പോൾ ഇവിടെ എത്ര എണ്ണം വന്നിട്ടുണ്ട്? 7.69 എന്ന് പറയുമ്പോൾ 3 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അത് പാടില്ല. അപ്പോൾ നമ്മളതിൻ്റെ റൗണ്ട് ചെയ്ത് എന്താക്കണം? 7.7 ആവും. ശരിയല്ല? എന്തുകൊണ്ടാണ് 7.7 എടുത്തത്? ഇവിടെ 7.6 കഴിഞ്ഞിട്ട് 9 ആണല്ലേ? 5നേക്കാളും വലിയൊരു സംഖ്യ ആയതുകൊണ്ട് നമ്മളതിനെ റൗണ്ട് ചെയ്ത് 6നെ 7 ആക്കി എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഇതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയിലേക്ക് തന്നെയായി? 2ലേക്കായി. അതാണ് നമ്മുടെ റൂള് പറയുന്നത്. ഇൻ ദി കേസ് ഓഫ് അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ വി റിട്ടൈൻ ദി ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് ആസ് ജഡ്ജ്ഡ് ബൈ ദി ലീസ്റ്റ് അക്യുറേറ്റ് വാല്യൂ എമംഗ് ദി വേരിയസ് ന്യൂമറിക്കൽ വാല്യൂസ് ഇൻ ദി ഫൈനൽ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറവ് ഡെസിമൽ വാല്യൂസ് ഇതിൽ ഏതിനാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ റിസൾട്ടിനെയും റൗണ്ട് ചെയ്ത് എഴുതണം. ഇതുതന്നെയാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണെങ്കിലും വരുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കി നോക്കാം. 2 വാല്യൂസ് 6.12ഉം 4.825ഉം വരും. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ വരും? 29.529 വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കി നോക്കുക. ആദ്യത്തെ റീഡിങ്ങിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 3. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് വരുന്നത് ഏതിലാണ്? ആദ്യത്തെ റീഡിങ്ങിലാണ്. 6.12 ആണ്. എത്ര എണ്ണം വരുന്നുണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ റിസൾട്ടിനെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് ചുരുക്കണം? 3 എണ്ണത്തിലേക്ക് ചുരുക്കണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ശരിക്കും 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ചുരുക്കുമ്പോൾ എങ്ങനെ വരും? 29. ദാറ്റ് മീൻസ് ചുരുക്കാൻ മീൻസ് റൗണ്ട് ചെയ്യണം. റൗണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 29.5ലേക്ക് എത്തി നിൽക്കും. ഇവിടെ തൊട്ടടുത്ത വാല്യൂ 2 ആണല്ലേ? 5നേക്കാൾ ചെറുതായത് കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ 29.5 ആയിരിക്കും റിസൾട്ട്. ഇതേപോലെ തന്നെയാണ് ഡിവിഷൻ്റെ കേസിലും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 റീഡിങ് തരുമ്പോൾ അല്ലെങ്കിൽ 2 വാല്യൂസ് വരുമ്പോൾ രണ്ടെന്നല്ല എത്രയോ ആയിക്കൊള്ളട്ടെ, അതിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതിലാണോ വന്നിരിക്കുന്നത് അത് എത്രയാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ റിസൾട്ടിലും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കണം. ഓക്കെ, അതാണ് ഈ റൂളിലും പറയുന്നത്. അങ്ങനെ 2 റൂളുകൾ നമ്മൾ പറയുന്നുള്ളൂ. അരിത്മെറ്റിക് ഓപ്പറേഷൻസ് കേസിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സുമായിട്ട് ബന്ധപ്പെട്ട 2 റൂളുകൾ. എങ്ങനെയായാലും എല്ലാറ്റിൻ്റെ കേസിൽ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ? എത്ര റീഡിംഗ് ഉണ്ടായിക്കോട്ടെ അതിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണോ അതെത്രയാണ്. അപ്പോൾ 3 ആണോ 2 ആണോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏറ്റവും കുറവ് വരുന്നത് അത്രയിലേക്ക് നമ്മുടെ ഫൈനൽ റിസൾട്ടിനെ റൗണ്ട് ഓഫ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ 4 റൂളുകൾ പരിചയപ്പെട്ടു. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ അരിത്മെറ്റിക് ഓപ്പറേഷൻസിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും പരിചയപ്പെട്ടു. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുമെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. താങ്ക് യു.